നമ്മുടെ കാപ്പിപ്പൊടിയൊക്കെ വാങ്ങി സൂക്ഷിക്കുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഇതിപ്പോൾ ചെറുതാണ്, അപ്പോൾ വലിയ ബോട്ടിലൊക്കെ അതുപോലെ തന്നെ വലിയ പാക്കൊക്കെ വാങ്ങി സൂക്ഷിക്കുമ്പോൾ പെട്ടെന്ന് ഇത് ഉറച്ചു പോകാറുണ്ടല്ലേ. അതായത് ഇപ്പോൾ ഇത് കണ്ട 1-2 പ്രാവശ്യം ഞാൻ എടുത്തിട്ടേ ഉള്ളൂ, അപ്പോഴേക്കും ഇത് കണ്ട നന്നായി ഉറച്ച് അടിയിൽ പോയി പറ്റിക്കെടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് മെയിനായിട്ട് വരുന്നത് ഇതിൽ വായുസഞ്ചാരം, ഈ കുപ്പിക്കകത്ത് വായുസഞ്ചാരം ഉള്ളതുകൊണ്ടാണ് അങ്ങനെ വരുന്നത്. നമ്മൾ എത്ര ടൈറ്റായി മൂടിക്കഴിഞ്ഞാലും നമുക്ക് ഇതുപോലെ ഫ്രിഡ്ജിലൊക്കെ വെച്ചാലും ഇതുപോലെ കട്ടാവാറുണ്ടല്ലേ. അപ്പോൾ ഇത് ഇങ്ങനെ കട്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് ഇന്ന് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായി നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത്, ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവറിന് ഇതുപോലെയുള്ള ഒരു പീസ് നമുക്ക് എടുക്കാം. ഇതുപോലെ നമുക്ക് ഒരു പ്ലാസ്റ്റിക് കവറിൻ്റെ ഇതുപോലെ വെച്ചതിന് ശേഷം നന്നായി മൂടിയതിന് ശേഷം ഇതുപോലെ മൂടിയിട്ട് കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായും ഇതിലേക്ക് ഒരു അല്പം പോലും വായുസഞ്ചാരം കയറില്ല. നമ്മുടെ കാപ്പിപ്പൊടി നമുക്ക് എളുപ്പത്തിൽ എപ്പോൾ വേണമെങ്കിലും അതേ ഫ്രഷ്നസോടെ നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ ടിപ്പ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഇത് വലിയൊക്കെ ബോട്ടിൽ വാങ്ങി സൂക്ഷിക്കുമ്പോൾ ഇതുപോലെ പണി കിട്ടാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. അപ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഇതുപോലെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ അത് നമ്മുടെ വീട്ടിലൊക്കെ ഉണ്ടാവും, ഇതുപോലെ ഒരു റോളർ, ആ റോളർ ഇതുപോലെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ ഒരല്പം പോലും കാറ്റ് കിടക്കില്ല. അതിനുശേഷം മൂടി വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഇതുകൊണ്ട് ഇതുപോലെ മൂടി വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. നന്നായി ഒന്ന് മൂടി വെച്ച് കൊടുക്കണം. അപ്പോൾ ഈ ടിപ്പ് ഒന്ന് ട്രൈ ചെയ്യൂ. ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് ഇതുപോലെ പച്ച കളർ തക്കാളി, അധികം പഴുക്കാത്ത മരം പോലെ ഇരിക്കുന്ന തക്കാളിയൊക്കെ നമുക്ക് എങ്ങനെ എളുപ്പത്തിൽ പഴുപ്പിച്ചെടുക്കാമെന്നാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഇതുപോലെ കണ്ടോ പച്ച കളറുള്ള തക്കാളി നമുക്ക് എളുപ്പത്തിൽ പഴുപ്പിക്കാൻ വേണ്ടിയുള്ളൊരു ടിപ്പാണ് ഷെയർ ചെയ്യുന്നത്. അപ്പോൾ അതിനായി നമ്മൾ സാധാരണ ഇതുപോലെയുള്ള നേന്ത്രപ്പഴമൊക്കെ സൂക്ഷിക്കുന്ന കൊട്ടയിലേക്ക്, നമുക്കിതാ ഇതുപോലെ എടുത്ത് വെച്ച് കൊടുത്തതിന് ശേഷം മൂടിയിട്ട് കൊടുത്താൽ ഏകദേശം പിറ്റേ ദിവസം ആകുമ്പോഴേക്കും തക്കാളിയൊക്കെ നന്നായി പഴുത്തിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇതുപോലെ പഴുത്ത ഒരു പഴം ഇട്ട് വെക്കുന്ന കൊട്ടയിലേക്ക് സൂക്ഷിച്ചാൽ മതി. ഇത് അടിച്ചു കൊടുക്കണമെന്നില്ല, ഇതുപോലെ തന്നെ സൂക്ഷിച്ചാലും മതി കേട്ടോ. ഇതുപോലെ തന്നെ സൂക്ഷിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പിറ്റേ ദിവസം ആകുമ്പോഴത്തേക്ക് പഴുത്ത് കിട്ടും. അപ്പോൾ ഇത് തക്കാളി മാത്രമല്ല, നമ്മുടെ മാങ്ങ, അതുപോലെ തന്നെ പപ്പായ, എന്തുമാകട്ടെ, ഏത് ഫ്രൂട്ട്സും ആകട്ടെ, അതൊക്കെ പഴുപ്പിച്ചെടുക്കാൻ നമുക്ക് ഇതുപോലെ ഒരു പഴുത്ത പഴത്തിനെടുത്ത് ഇങ്ങനെ വെച്ച് കൊടുത്താൽ മതി കേട്ടോ. ഒരു കൊട്ടയിൽ സൂക്ഷിച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഇത് പ്ലാസ്റ്റിക് ബോക്സ് ആണ്, ഈ ബോക്സിൽ തന്നെ വേണമെന്നില്ല, ഒരു കൊട്ടയിൽ നമുക്ക് സൂക്ഷിച്ച് കൊടുത്താൽ മതി കേട്ടോ.